ഏത് വിഷയങ്ങൾക്കും പരിഹാരമാകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത തന്നെ വലിയ വലിയ മശായിഖുമാരുടെയും സാദാത്തീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഗുരുവര്യന്മാരുടെയൊക്കെ അടുക്കൽ ചെന്നിട്ട് എനിക്കെന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ തരണമെന്ന് പറയുമ്പോൾ അവർ നിർദ്ദേശിച്ചു കൊടുക്കാറുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മാണ് ഈ ഇസ്മ. ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ സ്ഥിരമായി ഞാൻ ഈ പറയുന്ന അത്രയും സംഖ്യ തവണ ചൊല്ലുന്നവരായിരിക്കും. ഈ ഇസ്മ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ ഈ ഇസ്മ കൊണ്ടൊരു പ്രയോഗമുണ്ട്. വിവാഹപ്രായമെത്തിയവരുടെ വിവാഹം നടന്നു കിട്ടാൻ ഇതുകൊണ്ടൊരു പ്രയോഗമുണ്ട്. നമ്മുടെ ഏത് രോഗവും ഷിഫയാകാൻ ഇതുകൊണ്ട് പ്രയോഗമുണ്ട്. ചീത്തയായ മക്കള്, ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന, പറഞ്ഞതനുസരിക്കാത്ത, ദീനിനോട് അകന്നു നിന്ന് ജീവിക്കുന്ന മക്കളുടെ സ്വഭാവം നന്നാവാൻ, ഇങ്ങനെ തുടങ്ങി ഈ ഇസ്മ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ ഇസ്മ ഏതാന്നുള്ളത്. അത്രമേൽ കൂടുതൽ ഉപയോഗമുള്ള, പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വങ്ങളുള്ള വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണിത്. ഈ ഇസ്മ ആത്മീയമായിട്ട് പരിഹാരം കണ്ടെത്തുന്നവരൊക്കെ അവരുടെ ഏതു അമലുകളിലും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ രൂപത്തിലെങ്കിലും ഈ ഇസ്മിൻ്റെ കളമോ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അമലുകളോ നഖ്ഷുകളോ ഉൾപ്പെടുത്താതിരിക്കാറില്ല. കാരണം അത്രമേൽ മഹത്വമാണ് ഈ ഇസ്മ. നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ഈ പറഞ്ഞതും അല്ലാത്തതുമായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ആ ഇസ്മിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്, ഏത് രൂപത്തിലാണ് അത് കൃത്യമായിട്ട് നാം യൂസ് ആക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മളെ ശനി ഞായർ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമുക്കൊക്കെ അറിയാം, അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. എന്താണ് അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ? അത് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ലത്തീഫ് എന്നല്ല, ലത്തീഫ് എന്നാണ് ഉച്ചരിക്കേണ്ടത് കേട്ടോ. അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ, നമ്മളിതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരർത്ഥവും ഇതിൻ്റെ ആശയമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ അമലിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ ഇതുകൂടെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായ പ്രയോഗങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളൊക്കെ മഹാന്മാർ പറഞ്ഞ കിതാബുകളിൽ നിന്ന് വളരെ ചെറിയ രൂപത്തിൽ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കിത് കൂടുതലുണ്ട് എന്ന് തോന്നുമെങ്കിലും ഇതിനേക്കാളും കൂടുതലാണ് മഹാന്മാർ പറഞ്ഞത്. അതിൽ നിന്ന് ആറ്റിക്കുറുക്കിയത് മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ ഇസ്മിനെക്കുറിച്ചും മഹത്തുക്കളൊക്കെ എത്ര വരികളാണ് അവർ പ്രയോഗിച്ചതെന്നറിയോ? എത്ര വരികളാണ് അവർ എഴുതി വച്ചത്, എത്രയാണ് അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു വച്ചത്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. സൂക്ഷ്മദൃഷ്ടിയുള്ളവൻ, മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം. അപ്പോൾ അതിനർത്ഥം നമ്മൾ പഠിച്ചു വെച്ചല്ലോ. സൂക്ഷ്മദൃഷ്ടിയുള്ളവൻ, മൃദുവായി വർത്തിക്കുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് ചൊല്ലുമ്പോഴും അള്ളാഹുവിന് ഈ ഗുണവിശേഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ അത് ഉപകരിക്കും. അപ്പോൾ ഏതേത് പ്രവൃത്തികളിലും കനിവും ജ്ഞാനത്തിൻ്റെ സൂക്ഷ്മദൃഷ്ടിയും സമ്മേളിച്ചവൻ അൽ ലത്തീഫ് എന്ന അള്ളാഹു മാത്രമാണ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ. അപ്പോൾ ഇൽമിലും അവൻ്റെ പ്രവൃത്തിയിലും ഈ ഗുണം സമ്പൂർണ്ണമാണ്. അള്ളാഹു എല്ലാ പ്രവർത്തന മേഖലകളിലും ഓരോ സന്ദർഭങ്ങളിലും ഇതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിന് ഓരോ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളൊക്കെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വിശേഷണങ്ങളാണത്. അപ്പോൾ അതിനിഗൂഢവും പരമരഹസ്യവുമായ നന്മകളുടെ സർവവശങ്ങളെയും തിരിച്ചറിയുന്നവനും അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമെന്ന് പറയുന്ന കാര്യമോ പരമരഹസ്യം അവൻ്റെ അടുക്കൽ പരസ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അങ്ങനെ അള്ളാഹു എല്ലാം കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി
നമ്മോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ വേണ്ടുന്ന രൂപത്തിൽ ആസൂത്രണം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ അവൻ വിധികർത്താവും ഓരോ വസ്തുവിനെയും അതാതിൻ്റെ സ്ഥാനത്ത് വെക്കുന്നു എന്ന നിലയ്ക്ക് അവൻ നീതിമാനും ഏതു കാര്യവും സൂക്ഷ്മ ദൃഷ്ടിയോടെ അറിയുകയും മൃദുവായ നിലയിൽ വർത്തിക്കുകയും ചെയ്യുന്നവൻ എന്ന നിലയ്ക്ക് അവൻ സൂക്ഷ്മ ദൃഷ്ടിയുമുള്ളവനാണ്. നിങ്ങൾ നോക്കൂ, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായിട്ട് അള്ളാഹു അറിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഏതേതു വിഷയങ്ങളും, നമ്മുടെ മക്കളില്ലാത്ത പ്രശ്നങ്ങൾ, വിവാഹം ശരിയാകാത്ത വിഷയങ്ങൾ, രോഗങ്ങളുള്ള വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു മൃദുവായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ വിഷയങ്ങളിലും. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ആശയങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ തീവ്രതയുടെയും കാഠിന്യത്തിൻ്റെയും ശൈലി ഒഴിവാക്കി വിനയത്തിൻ്റെയും സൗമ്യതയുടെയും തിയറി സ്വീകരിക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകളായ അടിമകളോട് മൃദുവായും വിനയത്തോടെയും വർത്തിക്കുന്നവരാണ്. ഉത്കൃഷ്ട സ്വഭാവം സ്വീകരിച്ച് ഉത്തമ ജീവിതം കൈകൊള്ളുക, അതുവഴി സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക. അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഇസ്മ കൊണ്ടുള്ള ആ ഫലം കൂടുതലായി ലഭിക്കുക. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മ ദൃഷ്ടിയുള്ളവനാണ്. നമ്മുടെ ഓരോ വിഷയങ്ങളിലും സൂക്ഷ്മമായി അവൻ വീക്ഷിക്കുന്നുണ്ട്, അല്ലേ? എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. ആ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ്? സൂക്ഷ്മമായിട്ടും മൃദുവായിട്ടുമാണ് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ നാമും ഒരു ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ മാതാപിതാക്കളായിരിക്കാം. ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത്. മാതാപിതാക്കളായിരിക്കാം. അപ്പോൾ മാതാപിതാക്കളാണെങ്കിൽ അവർ അവരുടെ മക്കളുടെ വിഷയങ്ങളിൽ ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായി പതിയിരുന്ന് നിരീക്ഷിച്ച് വീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് അതിനോട് അങ്ങോട്ട് ചൂടായിട്ട് സംസാരിക്കുകയല്ല. അള്ളാഹു നമ്മോട് ഓരോ വിഷയങ്ങളിലും മൃദുവായി വർത്തിക്കുന്നവനാണ്. അതാണ് ഈ അൽ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ നമ്മോട് പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മളും ആ വിഷയത്തിൽ മൃദുവായി തന്നെ വർത്തിക്കുക. എങ്ങനെ മൃദുവായി വർത്തിക്കുക? നമ്മുടെ മക്കളുടെ അടുക്കൽ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ, എന്തെങ്കിലും അപാകതകൾ കാണുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ വളരെ മൃദുവായിട്ട് തന്നെ അതിനോട് സമീപിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഇസ്മിൻ്റെ വിശാലമായ അമലുകളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പലതവണ ഇതിൻ്റെ അമലുകളെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ ഇസ്മിൻ്റെ മഹത്വം അപാരവും ഇതിൻ്റെ പ്രയോജനങ്ങൾ പ്രസിദ്ധവുമാണ്. ഔലിയാക്കളിൽ പലരും ഇതിൻ്റെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വലിയ മഹത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്മിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ ആപൽഘട്ടങ്ങളിലെല്ലാം വലിയ ആശ്വാസം ലഭിക്കും. ഇസ്മാരാണോ പതിവാക്കുന്നത് അവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. ആത്മാവിലോ ശരീരത്തിലോ ബാധിച്ച വിപത്തുകളെല്ലാം ഈ ഇസ്മ ചൊല്ലുമ്പോൾ നീങ്ങിക്കിട്ടും. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ റൂഹിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഉള്ളകങ്ങളിൽ കിടക്കുന്ന ഏതേത് വിഷമങ്ങൾ, ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷമങ്ങൾ, അതിനെ തൊട്ടൊക്കെ വലിയ സമാധാനം ലഭിക്കും. വേദനകൾ ശമിക്കും. ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. രോഗികൾക്കും അക്രമിയായ ഭരണാധികാരികൾക്ക് കീഴിലും ശ്വാസം മുട്ടിക്കഴിയുന്നവർക്ക് ഇത് കൂടുതൽ പ്രയോജനപ്രദമാണ്. നിങ്ങൾ നോക്കൂ, അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. ഇതെല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ മജ്ലിസിലിരുന്ന് 129 തവണ നമ്മൾ ചൊല്ലുന്നത്. അതങ്ങനെ തന്നെ ഇജാസത്ത് കിട്ടിയിട്ടുണ്ട് ചില മഹാന്മാരിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചൊല്ലുന്നത്. നിങ്ങളിത് ജീവിതത്തിൽ ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ ഇസ്മിനെ ചൊല്ലലിനെ നിങ്ങൾ പതിവാക്കുക. അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഇന്ന് മുതൽ തന്നെ ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കണം. ഇത് പതിവായി ചൊല്ലുന്നവരുണ്ട്, അവരൊക്കെ ഇതിൻ്റെ താഴെ എഴുതി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിങ്ങനെ സ്ഥിരമായിട്ട് 129 തവണ ചൊല്ലുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ മക്കളിലൊക്കെ സ്വാലിഹ് എന്ന പേരുള്ള ഇസ്മുള്ള പേരുള്ള ആളുകളുണ്ടാകും. ആ പേരുള്ളവർക്ക് ഈ ഇസ്മ കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാലിഹ് എന്ന പേരുള്ളവർക്ക് ഈ ഇസ്മ ചൊല്ലുന്നത് വലിയ ഫലം ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ ഈ ഇസ്മ ചൊല്ലുന്നത് പ്രത്യേകമായിട്ട് പതിവാക്കുക. ജയിലിൽ കഴിയുന്നവർക്കും തടവിൽ കഴിയുന്നവർക്കും കൂടുതൽ ഫലം ചെയ്യും. ജയിലിലകപ്പെട്ട മാതാപിതാക്കളുള്ള എത്രയോ ആളുകളുണ്ട്.
ഭർത്താക്കന്മാർ ജയിലിലകപ്പെട്ടവരുണ്ട്. കള്ളക്കേസിലും വഞ്ചനയിലൊക്കെ പെടുത്തിയിട്ട് മറ്റുള്ളവരുടെ ചതിയിൽപ്പെട്ട് ജയിലിൽ പോകാൻ വിധിക്കപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹപൂർത്തീകരണത്തിനും അക്രമികളെ നശിപ്പിക്കാനും ഇത് ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെയും നമുക്ക് നശിപ്പിക്കാനുള്ള അവകാശങ്ങളില്ല. പക്ഷേ നമ്മളൊരാൾ വല്ലാതെ നമ്മൾ ആക്രമിക്കുന്നു, ബുദ്ധിമുട്ടാക്കുന്നു, അന്യായമായിട്ട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് മാത്രം തോന്നിയാൽ പോരാ അന്യായമാണ് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ അന്യായമായിരിക്കണം. ഈസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ നാക്കുകൾ അയാൾക്ക് നമുക്കെതിരെ പ്രയോഗിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്കാകും. അയാളുടെ വാക്കുകൾ നമുക്കെതിരെ പ്രയോഗിക്കാൻ സാധിക്കാത്ത രൂപത്തിലാകും. അയാളുടെ ചലനങ്ങൾ, അയാളുടെ അനക്കങ്ങൾ ഒന്നും നമുക്കെതിരെ സംഭവിക്കുകയില്ല. അങ്ങനെ ഉപകരിക്കുമെന്നാണ് അക്രമികളെ നശിപ്പിക്കാൻ കഴിയുമെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. ആരെങ്കിലും ഈ ഇസ്മിനെ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കണം. ആരെങ്കിലും ഈ ഇസ്മിനെ നിദാഇൻ്റെ അക്ഷരമായ യാ എന്ന അക്ഷരത്തിനോട് ചേർത്തിയിട്ട് ആത്മാർത്ഥമായിട്ട്, നിദാഇൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്നാണ്. നമ്മളൊരാളെ വിളിക്കാൻ എങ്ങനെയാ ഉപയോഗിക്കുക? യാ സെയ്ദ്, യാ സൈനബ് എന്നാണ് വിളിക്കാൻ ഉപയോഗിക്കുക. യാ ചേർത്തിയിട്ടാണ് വിളിക്കാൻ ഉപയോഗിക്കുക. അപ്പം നിദാഇൻ്റെ അക്ഷരത്തോടുകൂടെ വല്ലവനും ഇത് സംബോധനാ രൂപത്തിൽ വെള്ളിയാഴ്ച രാവിൽ 4000 പ്രാവശ്യം ഉരുവിടുകയും ശേഷം എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ ഉദ്ദേശം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പറയുകയും ചെയ്താൽ അവൻ്റെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും. ബിഇദ്നില്ലാഹി തആല സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് യാ എന്ന അക്ഷരം ചേർത്തിയിട്ട് ചൊല്ലി നോക്കൂ, നല്ല ഫലം ലഭിക്കും. വിവാഹപ്രായമെത്തിയിട്ട് അനുയോജ്യരായ ഇണകൾ ലഭിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പൊര നിറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അസ്മാഉൽ ഹുസ്ന അത്ഭുതങ്ങളുടെ കലവറയാണ്. ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മിനെ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു നോക്കൂ. നിങ്ങളറിയാത്ത രൂപത്തിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണ നിങ്ങളുടെ സമീപത്തെത്തിയിരിക്കും. പെൺമക്കളെയോ സഹോദരിമാരെയോ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ കുളിക്കുക, പൂർണ്ണ ശുദ്ധിയിൽ വരുത്തുക. അങ്ങനെ കാമിലായ വുളു എടുക്കുക, 2 റക്അത്ത് ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഈസ്മിനെ 100 തവണ പാരായണം ചെയ്യുക, ചൊല്ലുക. എന്നിട്ട് അയാളുടെ ആവശ്യം പറയുക. എൻ്റെ മോളുടെ വിവാഹം 13 വർഷമായി, 6 വർഷമായി, 4 വർഷമായി, ഇപ്പോഴിതാ എൻ്റെ മോൾക്ക് 27 വയസ്സായി, ഇപ്പോഴും വിവാഹം ശരിയായിട്ടില്ല. അള്ളാഹ്, ഞാൻ ഈ ഇസ്മ ചൊല്ലിയിട്ട് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു നോക്കൂ. തീർച്ചയായും അനുയോജ്യരായ ഇണ ലഭിക്കാൻ അത് കാരണമാകും. അള്ളാഹു അത്തരം മക്കൾക്ക് നല്ല സ്വാലിഹീങ്ങളായ ഇണകൾ അള്ളാഹു അടുപ്പിച്ചു കൊടുക്കട്ടെ. അതേപോലെ തന്നെ അക്രമികളുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവർ, അക്രമികൾ വല്ലാതെ ആക്രമിക്കാൻ വിചാരിച്ചിരിക്കുന്നു, അക്രമികളുമായി ബന്ധപ്പെട്ട് ഒരു നിലയ്ക്ക് രക്ഷ ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇസ്മതിന് വളരെയധികം യൂസ്ഫുള്ളാണ്. 16,641 തവണയാണ് ചൊല്ലേണ്ടത്. ആ ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കരുത്. നമ്മളിപ്പോൾ 16,641 തവണ ഒരു 1 സിറ്റിങ്ങിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ പലപ്പോഴും ഉണ്ടാകും കേട്ടോ. പല ആളുകൾ അങ്ങനെയൊക്കെ ആത്മാർത്ഥമായിട്ട് കഠിനമായ ചില സപര്യകളിലൂടെ അവരുടെ ജീവിതത്തെ ദിക്റുകളിലായി കൊണ്ട് നടക്കുന്നവരുണ്ട്. ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു 1000 തവണയാണ് ചൊല്ലാൻ തീരുമാനിക്കുന്നത്, 16,641 തവണ ചൊല്ലണം. അതിലാദ്യം നിങ്ങൾ ഒരു 1000 തവണ ചൊല്ലാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു 500 തവണ ചൊല്ലാൻ തീരുമാനിക്കുന്നു. ആ 500 തവണയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ 100 തവണയുടെ ഉള്ളിൽ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അതൊന്ന് എൻഡിലെത്തിച്ചിട്ട് അതിനുശേഷം സംസാരിക്കുക. അങ്ങനെ 16,641 തവണ ആത്മാർത്ഥമായി അന്യ സംസാരങ്ങളില്ലാതെ ഇതിങ്ങനെ ചൊല്ലണം. അതിനിടയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ അത് ആദ്യം മുതൽ തന്നെ തുടങ്ങണം. ഫലം ചെയ്യുമോ ഇല്ലയോ എന്ന സംശയമുണ്ടായിരിക്കാൻ പാടില്ല. അങ്ങനെ വിജയം അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കും, അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ, അതെനിക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട്, ശത്രുക്കളുമായി ബന്ധപ്പെട്ട്, അക്രമികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവന് വൻ വിജയം ലഭിക്കാൻ അത് കാരണമാകുന്നതാണ്. സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കത് പതിവായി ചൊല്ലാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ചില പ്രത്യേക ദുആകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് കൃത്യമായിട്ട് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. വേദനകൾ ശമിക്കാനും
ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനും ഇത് ഉപകാരപ്പെടുന്നതാണ്. ഹലാലായ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെല്ലേണ്ടതെന്നറിയോ? പൂർണ്ണമായ വുളു എടുക്കുക. കാമിലായ വുളു ആണ് പൂർണ്ണമായ വുളു കൊണ്ട് അർത്ഥമാക്കുന്നത്. കാമിലായ വുളു എന്ന് പറഞ്ഞാൽ വുളുവിൻ്റെ മുഴുവൻ ആദാബുകളും സുന്നത്തുകളും പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള വുളു ആയിരിക്കണം. വുളുവിൻ്റെ സുന്നത്തുകൾ എങ്ങനെയാണ് പൂർണ്ണമായും പാലിച്ച് വുളു എടുക്കേണ്ടത്? അത് ഇൻഷാ അള്ളാ നമ്മൾ കഴിഞ്ഞ എത്രയോ വീഡിയോസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാമിലായ വുളു എങ്ങനെ എടുക്കുക എന്നുള്ളത്. അതതിൻ്റെ തുടക്കം മുതൽ വുളുവിൻ്റെ എല്ലാ സുന്നത്തുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് വുളു എടുക്കുക. കറാഹത്തുകൾ ഒഴിവാക്കി വുളു എടുക്കുക. കൈകാലുകളും മുഖങ്ങളും കയറ്റിക്കഴുകി വുളു എടുക്കുക. ഇങ്ങനെയുള്ളൊരു വുളു ഉണ്ട്. അതിനാണ് കാമിലായ വുളു എന്ന് പറയുന്നത്. അതറിയാത്തവരുണ്ടെങ്കിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് അത് പ്രാക്ടിക്കലായി കാണിച്ചു തന്നിട്ടുള്ള വുളു നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് അത് ആവശ്യമുള്ളവർ അറിയിക്കുക. അപ്പോൾ കാമിലായ വുളു എടുത്ത് ആ നല്ല വുളുവോടുകൂടെ ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് നിൻ്റെ മുഖം ഖിബിലയിലേക്ക് മുന്നിട്ടൊരു മുസല്ല വലിച്ചിടണം. എന്നിട്ട് നീ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിച്ച് റബ്ബിനോട് മുനാജാത്ത് നടത്തുന്ന രൂപത്തിൽ 16,641 തവണ ചൊല്ലുക. അങ്ങനെ ചൊല്ലി 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 നിൻ്റെ ആവശ്യം റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബിഇദ്നില്ലാഹി തആല ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരാൻ ഈ 16,641 തവണ നീ ചൊല്ലിയ ഈ ഇസ്മ ധാരാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണോ ഇത് ചൊല്ലുന്നത് അത് അവർക്ക് അതിൻ്റെതായ മുറാദുകൾ നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടതകൾ അനുഭവിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടവർ അവർക്കൊക്കെ ഈ ഇസ്മ 16,641 തവണ ചൊല്ലാം. അത് 9 ദിവസം കൊണ്ടാണ് ചൊല്ലിത്തീർക്കേണ്ടത്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് 129 തവണയും ചൊല്ലണം. അങ്ങനെ ചൊല്ലിയിട്ട് അല്ലാഹു ലത്തീഫും ബിഇബാദിഹി വഹുവൽ ഖവിയുൽ അസീസ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അത് ചൊല്ലലിനെയും പതിവാക്കണം. അത് 7 തവണയാണ് ചൊല്ലേണ്ടത്. അങ്ങനെ അവൻ ആത്മാർത്ഥമായി ചെയ്താൽ അവൻ്റെ കഷ്ടതകളും വിഷമതകളും പ്രയാസങ്ങളും ഞെരുക്കവും ബുദ്ധിമുട്ടും തിടുക്കവും ഒക്കെ തീർന്നു കിട്ടാൻ അത് കാരണമാകുന്നതാണ്. വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും 4000 തവണ ഇത് ചൊല്ലിയിട്ട് അവൻ്റെ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കൂട്ടത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ അല്ലാഹു ലത്തീഫും ബിഇബാദിഹി വഹുവൽ ഖവിയുൽ അസീസ് എന്നുള്ളത് കൂടെ ചൊല്ലൽ കൂടുതൽ ഫലം ചെയ്യുന്നതാണ്. ഇനി നോക്കൂ, ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ സവിശേഷമേറിയ പ്രധാനപ്പെട്ട ചില അമലുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ലത്തീഫ് എന്ന ഇസ്മ പൊതുവെ 4 വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. പല പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് നമ്മുടെ റിസ്ക്കിലുള്ള വിശാലതയാണ്. നമ്മുടെ മഈഷത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വലിയ വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിൻ്റെ ഉപയോഗമാണ്. രണ്ടാമത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ളതാണ്. മൂന്നാമത്തത് അക്രമികളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയാനും അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് വിജയം ലഭിക്കാനും വേണ്ടിയാണ്. നാലാമത്തെ തടവുകാരുടെ മോചനത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ഇസ്മിനെ 4 രൂപത്തിൽ കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. ഒന്നേതാണ് നമ്മുടെ മഈഷത്തിലുള്ള വിജയത്തിന് വേണ്ടി, നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്. രണ്ടാമത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. മൂന്നാമത് അക്രമികളുമായി ബന്ധപ്പെട്ട് വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട്. നാലാമത്തേത് തടവുകാരുടെ, ജയിലിലകപ്പെട്ടവരുടെ മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായ വുളു വേണം. കാമിലായ വുളുവോടുകൂടെ ആയിരിക്കണം. പറ്റുമെങ്കിൽ കുളിച്ച് ശുദ്ധിയായിരിക്കണം. നമ്മൾ അമൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലവും നിൽക്കുന്ന സ്ഥലവും ധരിച്ച വസ്ത്രമൊക്കെ പൂർണ്ണ ശുദ്ധിയിലായിരിക്കണം. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. ഓരോ അമലുകൾ ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ നമ്മൾ ചൊല്ലിത്തീർക്കുകയും വേണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ അവൻ ഓതേണ്ട ആയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഖിബിലക്ക് മുന്നിടണം, വുളുവോട് കൂടെയായിരിക്കണം, കാമിലായ വുളു ആയിരിക്കണം. അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്ന രൂപത്തിൽ ഭൗതിക സംസാരങ്ങളൊന്നുമില്ലാതെ അവനിങ്ങനെ ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാനാണെങ്കിൽ അവിടെ ചെല്ലേണ്ടത് എന്താ? അതോ ഒരാളടുത്തുനിന്ന് നേടിയെടുക്കാനെന്ന് വിചാരിക്കാം. ഒരാഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, ഒരാഗ്രഹം നേടിയെടുക്കാൻ ഒരാളടുത്തുനിന്ന് നേടിയെടുക്കാനാണെങ്കിൽ അവന് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഖ്ളി ഹാജതി മിൻ ഫുലാനിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അപ്പോൾ നമുക്ക് സെയ്ദ് എന്ന് പറയുന്ന ആളിൽ നിന്ന് അല്ലെങ്കിൽ സൈനബ് എന്ന് പറയുന്ന ആളിൽ നിന്ന്, അത് രണ്ടും പെട്ടെന്ന് പറയാൻ എളുപ്പമുണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്, ആ ആളുകളിൽ നിന്നാണ് നേടിയെടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലേണ്ട അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ അല്ലാഹുമ്മ ഖ്ളി ഹാജതി മിൻ ഫുലാനിൻ എന്ന സ്ഥലത്ത് ആ ആളെ പേര് ചേർത്ത് കൊടുക്കുക. അപ്പം മിൻ സെയ്ദിൻ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാം. അപ്പോൾ അല്ലാഹുമ്മ ഖ്ളി ഹാജതി മിൻ സെയ്ദിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അതിടക്കിടക്ക് ചൊല്ലുക. അതേപോലെ തന്നെ നമ്മുടെ മഈഷത്തിൽ വലിയ വിശാലത ലഭിക്കാൻ വേണ്ടിയാണെങ്കിലോ അവിടെ ഈ അമല് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ചൊല്ലേണ്ടത് എന്താ? അല്ലാഹുമ്മ ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. എന്നിട്ട് അവൻ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തർസുഖനി റിസ്ഖൻ ഹലാലൻ വാസിഅൻ ത്വയ്യിബ മിൻ ഗൈരി തഅബിൻ വലാ മശഖത്തിൻ വലാ ളൈരിൻ വലാ നസബ് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് എഴുതി ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ശരിക്ക് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ വേണ്ടിയാണെങ്കിൽ അവിടെ ചൊല്ലേണ്ടത് എങ്ങനെയാണ്? അല്ലാഹു ലത്തീഫും ബിഇബാദി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ് اللهم إني أسألك أن ترزقني رزقا حلالا واسعا طيبا من غير تعب ولا مشقة ولا ضير ولا نصب إنك على كل شيء قدير. ആദ്യം പറഞ്ഞത് ഒരാളുടെ അടുക്കൽ നിന്ന് ഒരു ആവശ്യം നേടിയെടുക്കാൻ. ഇപ്പം പറഞ്ഞത് നമ്മുടെ മഈഷത്തിൽ വിജയം, ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ. ഇനി നോക്കൂ, തടവിലകപ്പെട്ട ജയിലിലകപ്പെട്ടവരിൽ നിന്നൊക്കെ അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇസ്മ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഈ ഇസ്മ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ ചൊല്ലേണ്ടത് എന്താ? ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം ലാ തുദ്രികുഹുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്നാണ് ചൊല്ലേണ്ടത്. മനസ്സിലായോ? ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം ലാ തുദ്രികുഹുൽ അബ്സാറു വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇതാണ് അവിടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ടത്. അപ്പോൾ യാ ലത്തീഫ് എന്ന ഇസ്മു ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഉദ്ദേശം അത് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനോട് എങ്ങനെയാണോ സമീപിക്കുന്നത്, നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മളത് ആദ്യം പറഞ്ഞപ്പോഴേ നിങ്ങൾ ഈ യാ ലത്തീഫ് എന്ന് പറഞ്ഞ ഇസ്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ചൊല്ലിയിട്ടുണ്ടാകും. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ഇപ്പോൾ ദുരിതങ്ങളില്ലാതാകാനും വേദനകൾ ശമിക്കാനും അകറ്റാനും നല്ല റാഹത്തുണ്ടാവാനും ദുഃഖം അകലാനും ഏതെങ്കിലും വിധികളൊക്കെ വരാനുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് സുബഹിക്ക് ഈ ഇസ്മ 129 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളും വലിയ ഫലങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കിത് ചൊല്ലുമ്പോൾ സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. അള്ളാൻ്റെ ഇസ്മല്ലേ, ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അതിൻ്റെ ഫലം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ആരെങ്കിലുമൊക്കെ പൂർണ്ണമായ വുളൂ ചെയ്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന്, ഇനിയിപ്പോൾ ഈ പറഞ്ഞ 16,641 തവണ ഒന്നും ചൊല്ലാൻ പറ്റുന്നില്ല എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് പ്രത്യേക ഉദ്ദേശത്തോടെ ഈ ഇസ്മിനെ 100 തവണ ഉരുവിടുകയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. ഇതിന് ചില അറബിയിലുള്ള ദുആകളൊക്കെ ഉണ്ട്. അതൊന്നും ദ്വാരം നിങ്ങൾ ഇടങ്ങറാവണ്ട. പച്ച മലയാളത്തിൽ നിങ്ങളുടെ റബ്ബിനോട് ആവശ്യമുള്ളത് പറഞ്ഞാലും ചോദിച്ചാലും മതി. അതെങ്ങനെ? വുളൂ ചെയ്തൊരു ഒഴിഞ്ഞ സ്ഥലത്തിരിക്കുക, അന്യ ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്ഥലത്തിരിക്കുക, കുട്ടികളൊക്കെ ഉറങ്ങിയ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം വീണ് കിട്ടുമ്പോഴൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യം പൂർത്തീകരിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ ഫത്ഹ് ചെയ്തു കൊടുക്കാൻ കാരണമാകും. ആരെങ്കിലും എണ്ണം കൂടാതെ ഇത് വർദ്ധിപ്പിക്കണം. ചില ആളുകളൊക്കെ പറയലുണ്ട്, ഉസ്താദ് ഞാൻ കുറേ ചൊല്ലാറുണ്ട്. ആ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, കുറേ ചൊല്ലാന്നുള്ളതിന് കുറേ ചൊല്ലിയതിൻ്റെ ഫലം കിട്ടും. പക്ഷേ ഒരു 129 തവണ ചൊല്ലേണ്ട സ്ഥലത്ത് അതാണ് ചൊല്ലേണ്ടത്. അപ്പോൾ നിസ്കാരത്തിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ചൊല്ലാനുണ്ട്.
അത് അവിടെ ഒരാൾ 100 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് മുഴുവനായിട്ട് ചൊല്ലിയാണ്. അപ്പോൾ 300 ആയില്ലേ. അപ്പോൾ ആ ചൊല്ലിയാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. പക്ഷെ 33 തവണ ചൊല്ലിയതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടായിരുന്നു. ഹദീസിലൊക്കെ പറഞ്ഞൊരു പ്രതിഫലം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 33 തന്നെ ചൊല്ലണം. 100 തവണ ചൊല്ലിയാൽ 100 തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ ഇതിങ്ങനെ 129 തവണ ചൊല്ലേണ്ടത് ആ സമയത്ത് അങ്ങനെ ചൊല്ലുക, 100 തവണ ചൊല്ലേണ്ടത് ചൊല്ലുക. ഇനി ഒരാൾ ആ സമയം രാവിലെ 129 തവണ ചൊല്ലുന്നു, പിന്നെ ളുഹറിന് ശേഷം ഒരു 100 തവണ ചൊല്ലുന്ന പതിവുണ്ട്. പിന്നെ ഓനെ എണ്ണമില്ലാതെ അങ്ങനെ ചൊല്ലും, കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെ എണ്ണമില്ലാതെ ഓനിങ്ങനെ കുറേ കാലം ഇതിങ്ങനെ ചൊല്ലിയാണ്. എന്നാൽ ഓനക്ക് ജീവിതത്തിലൊരു ബുദ്ധിമുട്ടും മുഷിപ്പും പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാ. അപ്പോൾ 129 തവണ ചൊല്ലിയാൽ അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട്. ആ 129 തവണ ചൊല്ലുന്നത് ഓൻ ചൊല്ലിക്കോട്ടെ, വേറെ ഏതെങ്കിലും സമയങ്ങളിൽ ഓൻ ചൊല്ലട്ടെ. ഓക്കെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദയാവാത്സല്യങ്ങൾ അവന് ലഭിക്കാനും കരുണാനിധിയായ റബ്ബ് അവൻ്റെ ഹൃദയം കൊള്ളെ വലിയ ഫത്തഹിൻ്റെയും നിഅമത്തിൻ്റെയും കവാടങ്ങൾ തുറന്നു തരാനും അത് കാരണമാകും. വിഷമങ്ങളും ദുരിതങ്ങളും ആഫത്തുകളും ഇല്ലായ്മ ചെയ്യാൻ ഉപകരിക്കുന്ന ഫലപ്രദമായ പല പ്രയോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ അതത് എത്രയാണ് നമുക്കറിയാം. ലാം എത്ര? നിങ്ങളിതെന്നും ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലാമ് നമുക്കറിയാം 30 തോ നമുക്കറിയാം 9. അപ്പോൾ ലാമ് 30, തോ 9, അപ്പോൾ 39. പിന്നെ യാ എത്രയാണ്? തോ ലാമ് 80, യാ 10, ഫ. അപ്പോൾ ആകെ മൊത്തം 129 ഇതിൻ്റെ അതത്. 129. ഒരു മിനിറ്റ്. ഓക്കെ. ഫ 80, യാ 10, തോ 9, ലാം 30. അങ്ങനെ ടോട്ടൽ 129 ഇതിൻ്റെ അതത്. അപ്പോൾ നമ്മളിത് സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ ഇതുമായി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്, ഇതിൽ നിന്ന് പിടിക്കപ്പെട്ട അത്തുഫയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മലക്ക്. ആ മലക്ക് ഇതിൻ്റെ ഖാദിം അവരാണ്. അവരുടെ കീഴിൽ 4 നായകന്മാരും ഓരോ നായകന് കീഴിലും 129 അണികളുണ്ട്. ഓരോ അണികളിലും 129 മലക്കുകളുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകളെ അവർക്ക് ഖിദ്മത്ത് ചെയ്യലാണ് ഇവരുടെയൊക്കെ ഒരു പ്രധാന ഡ്യൂട്ടി. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളുടെ താങ്ങായിട്ടാണ് ഇവരൊക്കെ വർത്തിക്കുന്നത്. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളും സുദൃഢമായ ബന്ധമുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ വളരെ മയത്തോടെയും മാർദ്ദവത്തോടെയും കൂടെയാണ് ഇവർ വിധികളൊക്കെ നടപ്പാക്കുന്നത്. അപ്പോൾ ഈ നാമം പതിവായി ഉരുവിടുന്നതിലേക്ക് ഇതിൻ്റെ ഹാദ്യം ഇറങ്ങി വന്ന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളൊക്കെ ഉണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. വലിയ വലിയ അമലുകൾ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, എന്നോട് പറയാനുള്ളത്, നമ്മോട് മൊത്തം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇസ്മ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. നമ്മളതുകൊണ്ടാണ് ഇത് നമ്മുടെ മജ്ലിസിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മുടെ മജ്ലിസ് ഇതിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ പങ്കെടുക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെല്ലാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശരി, എല്ലാവരും ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.